മുഖ്യമന്ത്രി പരിവാര സമേതം നാട് വിട്ടിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ഒരു ഉറപ്പുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് സമ്മതം കൊടുത്തിട്ടുണ്ടെന്ന് പറയണു. ഏതായാലും വിനോദയാത്രയ്ക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ പോയിരിക്കുന്നു, അവിടുന്ന് സിംഗപ്പൂരിൽ പോകുന്നു, പിന്നെ ദുബായിൽ പോകുന്നു, എന്ന് തിരിച്ചു വരും എന്ന് മാത്രം ഇപ്പോൾ നമുക്ക് ഇനി കാത്തിരുന്നാൽ മതി. പക്ഷേ ഇതിന് ഇടയിലുണ്ടായൊരു വിവാദം ആരുടെ ചെലവിലാണ് പോണത് എന്നാണ്. അപ്പോഴാണ് സ്പോൺസർ ആരാണെന്നുള്ള ചോദ്യം ഉയർന്നത്. ആ ചോദ്യത്തോട് LDF കൺവീനർ വളരെ രൂക്ഷമായി പ്രതികരിച്ചു. പത്രക്കാരെ മുഴുവൻ അദ്ദേഹം ഈ അഗ്നി ദൃഷ്ടി കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞ അനുഭവം ഉണ്ടായി. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നു, ഈ സ്പോൺസർമാരൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, മനുഷ്യരിപ്പോൾ വലിയ കൺഫ്യൂഷനിലാണ്. മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ അതാണ്. സ്പോൺസറുണ്ട്, നിങ്ങളോട് എന്തിനു പറയണം, നിങ്ങളല്ലേ അത് കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് EP ജയരാജൻ ചൂടായത്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് സ്പോൺസർ ഇല്ല. ഇവർ തമ്മിലൊരു തീരുമാനം എടുക്കാത്തതിൻ്റെ പ്രശ്നമാണോ, അതോ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പിണറായി വിജയനിട്ട് പണി കൊടുക്കുകയാണോ? എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും? അത് കണ്ണൂരിലെ കാര്യമായ വിഭാഗീയത ഉണ്ട് എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. അത് കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ കണ്ടത് അവിടുത്തെ താൽക്കാലിക സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെയാണ്. കാരണം പിണറായി വിജയൻ്റെ നോമിനി അല്ല അവിടെ വന്നത് എന്നുള്ളത്. അതിന് മുമ്പ് മട്ടന്നൂരിൽ ഈ KK ശൈലജയെ മത്സരിപ്പിക്കണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം ഇളവ് ആർക്കും ഇല്ലല്ലോ. അങ്ങനെ ഐസക്കിനെ G സുധാകരനെയൊക്കെ വെട്ടിയതാണല്ലോ. പക്ഷേ ഇവർ മാത്രം ജില്ലാ കമ്മിറ്റിയിൽ പോരാടി അവിടെ മട്ടന്നൂരിൽ നിന്നു. അന്നു മുതലേ EP ജയരാജന് ഇതിൽ വലിയ താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പദവികളൊന്നും കൊടുത്തിട്ടില്ല. MV ഗോവിന്ദന് പകരം സെക്രട്ടറി ആകും. കോടിയേരി മരിച്ചു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ആകുന്ന അദ്ദേഹം വിചാരിച്ചതാണ്. അപ്പോഴും അദ്ദേഹത്തിന് വെട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹമാണ് സത്യത്തിൽ ഈ ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ പാർട്ടിക്കെതിരായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനൊരു ഇഷ്യൂ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സ്പോൺസർഷിപ്പ് ഉണ്ടാകാം എങ്കിൽ അത് ആരാണ്, നിങ്ങളെന്തിനാണ് അറിയുന്നത്? സ്പോൺസർ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? സ്പോൺസർ ഉണ്ട് എന്നാണ്. അപ്പോൾ ഉള്ളത് കൊണ്ടാണ് മൂടി വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ചിലപ്പോൾ സ്പോൺസർ പിണറായി വിജയൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോൺസർ മുഹമ്മദ് റിയാസിൻ്റെ ആയിരിക്കാം. ഇതൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു സ്പോൺസർ റിയാസിനുണ്ടാകാം, അല്ലെങ്കിൽ പിണറായിക്ക് സിംഗപ്പൂരിലായിരിക്കും സ്പോൺസർ എന്നൊക്കെയായിരിക്കും EP ജയരാജൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. റിയാസും കുടുംബവും നേരത്തെ പോയിട്ടുണ്ട്. നേരത്തെ പോയതാണ് അവർ. അപ്പം നേരത്തെ എവിടെയോ അവരെ സ്വീകരിച്ചിട്ട് ഒക്കെ ഉണ്ടല്ലോ. ആ കമ്പനിയിൽ എങ്ങനെ ഗണേഷ് കുമാർ വിട്ടത്? ഗണേശും ഉണ്ടല്ലോ യാത്രയിൽ. ഗണേശ് സത്യത്തിൽ ഈ എന്തെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഡീലുണ്ട്, ഒരു ഡീല് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്ന് വേണം കരുതാൻ. കാരണം മുമ്പ് നമ്മൾ ചില എന്തൊക്കെയോ പ്രത്യേകതരം ബസ്സുകൾ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കരാറുകളിലൊക്കെ ഏർപ്പെടാൻ പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത്. അത് കോട്ടയം ഭാഗത്തുള്ള ഈ ചാനലിലൊക്കെ വരുന്ന ഒരാൾ അതിൻ്റെ ഇടനിലക്കാരനൊക്കെ ആയിരുന്നു, ഏറ്റുമാനൂരപ്പുറത്ത് നിന്നുള്ള ഒരാൾ. അപ്പോൾ ദല്ലാളന്മാരപ്പോഴും ഉണ്ട് സജീവമായിട്ട്. അദ്ദേഹം ആ ബസ്സിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചില മലയാളികളുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അക്കാലത്ത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വെറുതെ പോകുന്നതായിരിക്കില്ല ഇത്തരം ആളുകൾ. വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ പോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചർച്ച കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഔദ്യോഗിക യാത്ര അല്ല എന്ന് പറയുമ്പോൾ അത്തരം ചർച്ചകൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഗവർണറെ അറിയിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ രണ്ടുപേരും മതി. പക്ഷെ ഗവർണറെ അറിയിച്ചിട്ടില്ല. ഗവർണർക്ക് അസംതൃപ്തി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തു എന്ന് പറയണു. അത് വിനോദയാത്ര എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. വിനോദയാത്ര വെക്കേഷന് പോകാറുണ്ടല്ലോ ആളുകൾ. പക്ഷെ ഇന്നിപ്പോൾ മറ്റേ മന്ത്രിസഭാ യോഗം ഓൺലൈനിൽ നടത്തുമെന്ന് പറഞ്ഞത് ചാർജ് ആർക്കും കൊടുത്തിട്ടില്ല. 21-ാം തീയതിയെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ചാർജൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഓൺലൈനിൽ മന്ത്രിസഭാ യോഗം
നടത്താന്ന് ഇന്ന് 10:00 നടത്തും, 9:00 നടത്തുമെന്ന് വിചാരിച്ചിരുന്നത് ക്യാൻസൽ ചെയ്തു ഇന്നലെ തന്നെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയങ്ങളില്ല, ഫയലുകളില്ല. മുഖ്യമന്ത്രി പുറത്തേക്ക് പോവാണ്, സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വകുപ്പുകളുണ്ടല്ലോ, ബന്ധപ്പെട്ട വകുപ്പുകൾ, അവരും അവധിയെടുത്തൊക്കെ വീട്ടിലേക്കൊക്കെ പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. ഫയലൊന്നും അയക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ഫയലുകളില്ല. പിന്നെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല. അപ്പോൾ ഈ എലക്ഷൻ ആയതുകൊണ്ടാണല്ലോ പെരുമാറ്റച്ചട്ടം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലി ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളിൽ ഒന്നിന് ഒരേ ഒരു മുഖ്യമന്ത്രി സ്ഥാനമുള്ള ഒരു പാർട്ടിയുടെ ലീഡറാണല്ലോ അദ്ദേഹം. ഇദ്ദേഹത്തിന് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ പോലും ഒരു സ്റ്റേറ്റിൽ പോലും ഒന്ന് ക്ഷണിക്കപ്പെടാത്തതുകൊണ്ടാണോ, ആർക്കും വേണ്ടാഞ്ഞിട്ടാണോ? അതെ, അദ്ദേഹത്തിനെ അവിടെ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹം രാഹുലിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷേ സഖ്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. മുഹമ്മദ് സലീം അവിടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയാണ് ബംഗാളിൽ. അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്, മുർഷിദാബാദ് അല്ലേ, കോൺഗ്രസ് മുന്നണിയാണ്. കോൺഗ്രസ് ആണ് ജയിപ്പിച്ച് കൊടുക്കേണ്ടത് അവിടെ. അപ്പോൾ അവിടെ പോയി എന്ത് പറയാനാണ് ഇദ്ദേഹം? കിട്ടാൻ സാധ്യതയുള്ള മലയാളി വോട്ടുകൾ മലയാളി വോട്ടുകളോടല്ലേ സംസാരിക്കാൻ, മറ്റവരോട് എന്ത് പറയാനാണ്? അപ്പോൾ അങ്ങനെ ചെല്ലേണ്ടതില്ല അദ്ദേഹം. എവിടെയാണ് പോകേണ്ടത്? ത്രിപുരയിൽ സഖ്യമുണ്ട്. മാത്രമല്ല ത്രിപുരയിൽ സഖ്യം ഉണ്ടാക്കിയിട്ടാണ് പ്രകാശ് കാരാട്ട് കേരളത്തിലേക്ക് പ്രചാരണത്തിന് വന്നത്. അന്ന് കാരാട്ട് പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷിയാണ് എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ രാഹുലും ഇങ്ങേരും തമ്മിൽ തർക്കമൊക്കെ നടക്കുന്നത്. DNA പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അൻവർ? അത് കണ്ടു. അല്ല, അൻവറിനെ അറിയാവുന്ന പണി അൻവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അൻവറിൽ നമ്മൾ അതേ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതിനെ പിന്നെ ഗോവിന്ദൻ മാഷ് വ്യാഖ്യാനിച്ചിട്ട് പൊളിറ്റിക്കൽ DNA ആണെന്നൊക്കെ വരുത്തി തീർക്കേണ്ടായി. അപ്പൊ അത് വേറെ തമാശ. അപ്പൊ ജയരാജൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജയരാജനെ സംഘടനാ രീതി അനുസരിച്ചിട്ടല്ല അദ്ദേഹത്തിന് പരസ്യശാസനം കിട്ടിയത്. കാരണം പിണറായി വിജയനാണ് അന്ന് വോട്ടെടുപ്പിന്റെ ദിവസം പരസ്യമായിട്ട് ശാസിച്ചത്. അഹമ്മദിനെ തന്നെ അറിയാമല്ലോ, സംസ്ഥാന സെക്രട്ടറിയാണ് ശാസിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവിടെയും എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും താല്പര്യം ജയരാജന് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ജയരാജൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തത് സ്പോൺസർ ഉണ്ട് എന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. അതെ, അത് പിണറായിക്ക് വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാക്കി തീർത്തതിൽ ആ ഒരു പ്രയോഗത്തിന് സത്യത്തിൽ ഈ സ്പോൺസർ എന്നുള്ള വാക്ക് നമ്മൾ ഈ ഗോവിന്ദൻ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് സ്വന്തം ചെലവിലാണ് യാത്ര പോകുന്നതെന്നാണ്. പക്ഷെ സ്പോൺസർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അല്ല. ചെലവിൻ്റെ കാര്യമല്ല അവിടെ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതൊക്കെയോ വ്യവസായികളുമായിട്ടൊക്കെ സ്വകാര്യ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാകാം. ആ ആളുകളെ സംബന്ധിച്ച് ആയിരിക്കണം ഈ സ്പോൺസർ എന്ന് പ്രതിപക്ഷ നേതാവും ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആരുടെ ചെലവിൽ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ചോദ്യം. അത് ജയരാജൻ ഉദ്ദേശിച്ചത് തന്നെ ആവില്ലേ? ജയരാജൻ ഉദ്ദേശിച്ചത് അതായിരിക്കും. ജയരാജനല്ലാതെ ആരുടെ ചെലവിൽ നിന്നൊന്നും ചോദിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഈ യാത്രയുടെ പിന്നിലെ രഹസ്യമെന്ത്, അത് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം എന്നാണല്ലോ ജയരാജൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഗോവിന്ദൻ മാഷിന്റെ മറുപടി എന്തുമാത്രം വീക്കാവും. കാരണം സ്വന്തം ചെലവിൽ ഇങ്ങനെ വലിയൊരു സംഘം ഉല്ലാസയാത്രക്ക് കേരളം ഇത്ര പ്രതിസന്ധിയിൽ വെക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. പിന്നെ ഇവരൊക്കെ പേഴ്സണലായിട്ട് ഇത്ര വലിയ സംഖ്യ എടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യേണ്ട സമയത്തല്ലേ പോകേണ്ടത്? സംസ്ഥാനത്തിന് പ്രതിസന്ധി, രാജ്യത്താകെ ഒരു ഇലക്ഷൻ നടത്തുന്നു, റിസൾട്ട് വലിയ ആകാംക്ഷയോടെ. കേരളത്തിലെ റിസൾട്ടിൽ ഏറ്റവും വലിയ ആകാംക്ഷയുള്ളത് LDFനും CPMനുമാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? നമ്മളെപ്പോഴും സുതാര്യത പുലർത്തണം പൊതുജീവിതത്തിൽ. അത് സംഭവിച്ചില്ല ഇതിൻ്റെ അകത്ത്. അതാണ് ഈ പി ജയരാജന് ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് തോന്നുന്നു. അദ്ദേഹം ചോദ്യം നമ്മളോട് മാത്രമല്ല ചോദിക്കുന്നത്, അണികളോട് കൂടിയാണ്, കേഡർ സഖാക്കളോടും കൂടിയാണ്. നിങ്ങളിത് ചോദിക്കണമെന്ന് സഖാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഇതിൽ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യം എന്താണ്? എല്ലാവരും നേരത്തെ തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കാം. ഇത്ര ദിവസത്തേക്ക്
നമ്മൾ പോകുന്നു, ചുമതല ആർക്കും കൊടുക്കുന്നില്ല, ചെയ്യാവുന്നേ ഓൺലൈനിൽ മന്ത്രിസഭ. ഇനി വിനോദയാത്ര ആണെങ്കിലും അങ്ങനെ പോവാം, അങ്ങനെ പറയാം. പക്ഷേ ഈ ജയരാജന്റെ പ്രസ്താവനയിൽ ഈ ഒരു 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 കുനിഷ്ടു കൂടി ഉറങ്ങിക്കിടക്കുന്നില്ലേ? കുനിഷ്ടുണ്ടല്ലോ. എന്താന്ന് വെച്ചാൽ ജയരാജൻ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലാതെ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനെ കൊണ്ട് ഇദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉന്നയിപ്പിച്ചില്ലേ? അതിന്റെ പിന്നിൽ പിണറായി വിജയനും കൂട്ടരുവാണ്. പിന്നെ കരുതുന്നുണ്ട്. മാത്രമല്ല MV ഗോവിന്ദൻ ചോദിപ്പിച്ചതാണെന്ന് കരുതുന്നുണ്ട് പി ജയരാജൻ. തീർച്ചയായിട്ടും വൈദേകം റിസോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അതെ അതെ, എന്തായാലും ജയരാജന്മാര് തന്നെയാണ് അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ എന്ന് എല്ലാവർക്കും അറിയാം. വൈദേകം റിസോർട്ടിനെ പറ്റി എവിടുന്ന് പൈസ കിട്ടി എന്നൊക്കെ ചോദിപ്പിച്ചു. അപ്പോൾ അത് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ്. ഇപ്പൊ അത്രയൊക്കെ പെൻഷൻ കിട്ടുമെങ്കിൽ നമുക്കൊക്കെ ഇക്കണക്കിന് എത്ര വൈദേകം തുടങ്ങാൻ പറ്റുന്നോ. എന്തായാലും ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഇല്ലേ രാമേന്ദ്ര സാറേ, അതായത് ഈ ജയരാജൻ സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർമാരുണ്ടായിരുന്ന എന്നുവെച്ചാൽ VS ഭരിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ്. കേരളത്തിലെ 1 ഇഞ്ച് മണ്ണ് ആർക്ക് എവിടെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് മൂവ് ചെയ്യണമെങ്കിലും കേരളത്തിൽ ഒരാളെ സമീപിക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് എല്ലാ സ്പോൺസർമാരുടെയും ഡീലറായിരുന്നു പി ജയരാജൻ. അതെവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് എന്നുകൂടി ഇതിനകത്ത് ഉയർന്നു വരുന്നൊരു ഒരു അന്തർധാരയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ആ വൈദേകൻ റിസോർട്ടിലും ഡയറക്ടറായിട്ട് നമ്മുടെ മൂവാറ്റുപുഴ കൂത്താട്ടുളം ഭാഗത്ത് ഒരു അബ്കാരി ഉണ്ടല്ലോ. ശരി. വൈദേകവും തനിച്ചല്ല, ഭാര്യ മാത്രമല്ല. അല്ല, രമേഷും കണ്ണൂരിലെ മറ്റേ പ്രോപ്പർട്ടി ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ നടത്തുന്ന MT എന്നല്ല KP രമേഷ്. അതിൻ്റെ അകത്തൊരു ഡയറക്ടറായിരുന്നല്ലോ. ആ രമേഷുമായിട്ട് അടിവരികയാണല്ലോ പി ജയരാജന്. അങ്ങനെയാണ് രമേഷ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തേക്ക് കൊടുക്കുന്നത്. പി ജയരാജന്റെ വീട്ടിൽ ചെന്ന് രമേഷാണ് പറയുന്നത് ഇതിന്റെ സ്പോൺസർമാരുടെ ഒരു റിസോർട്ടാണിത്. ഭയങ്കര പരിപാടികളാണ് അത്. പി ജയരാജൻ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന കാലത്താണല്ലോ സതീശനുമായിട്ടുള്ള ബന്ധം വരുന്നതും ഈ കരുവന്നൂർ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോദ്യത്തിൽ ഈ ഒരു ഇഷ്യൂവിനെ തുടർന്ന് വരുന്നൊരു ചോദ്യമുണ്ട്. ജയരാജനെ തൽക്കാലം ഈ ഇലക്ഷൻ റിസൾട്ടും ഈ ഒരു പ്രതിസന്ധി സമയത്ത് ഒരു ആക്ഷൻ പുറത്തു പറയാതെ കേന്ദ്ര കമ്മിറ്റിക്ക് സമർത്ഥമായി ശുപാർശ ചെയ്തിട്ട് കേന്ദ്ര കമ്മിറ്റിയെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ പിണറായി നടത്തുന്ന ഒരു നീക്കത്തിന്റെ നീക്കം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഘടകത്തിലാണല്ലോ അദ്ദേഹത്തിന് എതിരായ നടപടി തീരുമാനിക്കേണ്ടത്. കേരളത്തിലല്ല തീരുമാനിക്കേണ്ടത്. കേരളത്തിനൊരു ശുപാർശ ചെയ്യാം. അത് ഈ മറ്റേ ഫലം വന്നു കഴിയുമ്പോൾ അത് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഞാനും ചില കാര്യങ്ങൾ പറയും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ സ്പോൺസർ പ്രയോഗം. അങ്ങനെയാണെങ്കിൽ മറിച്ചും സംഭവിച്ചൂടെ? ഈ സ്പോൺസർ പ്രയോഗം എന്ന് പറയുന്നത് പി ജയരാജന്റെ CPM പെട്ടിയിലെ ഒരു അവസാനത്തെ ആണി അടിക്കുന്നത് കൂടിയാവൂലേ അത്? അതുമാത്രമല്ല, കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുമ്പ് പി ജയരാജൻ ന്യായമായും പൊളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. യെച്ചൂരിക്ക് കത്ത്. അതിൽ വേറെ ചില കാര്യങ്ങളൊക്കെ പറയാനും സാധ്യതയുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാത്തത് എന്തിനാണ് ഈ യാത്ര രഹസ്യമാക്കി വെച്ചത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ സ്പോൺസറുടെ കാര്യം പറയുന്നത്. പക്ഷെ ജയരാജനെതിരെ ഒരു നടപടിയെടുക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ CPM തയ്യാറാവുമോ? വലിയ പ്രയാസമായിരിക്കും. കാരണം അതിൻ്റെ സകലമാന അധോലോക രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളല്ലേ അദ്ദേഹം. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മുമ്പ് നമ്മൾ ആദർശം പറഞ്ഞിട്ടും പിന്നെ വിപ്ലവം നടത്തണം, തൊഴിലാളികൾ മുഴുവൻ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് ആദർശത്തിൻ്റേതായ ഒരു സൗഹൃദമൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ AKGയുടെ കാലത്തോ ഒക്കെ. അപ്പോൾ ഇപ്പോഴത്തെ സൗഹൃദം സാമ്പത്തിക അടിസ്ഥാനത്തിലാണല്ലോ പല പാർട്ടികളിലും ഒക്കെ, പല നേതാക്കൾ തമ്മിലൊക്കെ. പിന്നെ ക്രോസ് സൗഹൃദങ്ങളൊക്കെ ഉണ്ട് പല പാർട്ടിയിലൊക്കെ. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദും ശിവദാസ മേനോനും കൂടി ഒരു ചെമ്മീൻ കെട്ട് വിപുലമായിട്ട് നടത്താൻ ആലോചിച്ചിരുന്നു MK ദാമോദരനുമായിട്ട്. ഇവിടെ അതെ, മാത്രമല്ല അത് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ S രമേശൻ മരിച്ചുപോയി. TK രാമകൃഷ്ണന്റെ അദ്ദേഹത്തിനായിരുന്നു ഫിഷറീസ്. അതിനെ സംബന്ധിച്ച രേഖകൾ മുഴുവൻ എന്നെ വിളിച്ച് രാമകൃഷ്ണന്റെ ഓഫീസിൽ പത്രക്കാരന്റെ സോഴ്സുകൾ ചെയ്തിരുന്നു. ആ രേഖകൾ തന്നിട്ട് TK രാമേന്ദ്രന്റെ നാട്ടുകാരനാണല്ലോ, ഒന്ന് കണ്ടേക്കൂ.
വേണ്ട രീതിയിൽ കാണാൻ. അതെ 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 അതെ, ഇങ്ങനെ സംഭവിക്കുന്നത് അത് സത്യത്തിൽ അന്ന് മലയാള മനോരമ അത് പ്രസിദ്ധീകരിച്ചില്ല. അതിന്റെ കാരണം MK ദാമോദരൻ ഉണ്ടല്ലോ, ഈ അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിരുന്ന ആളുകളെ ഒന്നും അങ്ങനെ വിഷമിപ്പിക്കാറില്ല പത്രങ്ങൾ, കോടതിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. ഈ സമയത്ത് ഈ വിവാദങ്ങൾക്കിടയിൽ നമുക്കൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പുറത്ത് കാണുന്ന നമുക്ക് മീഡിയയ്ക്ക് തീർച്ചയായിട്ടും കൗതുകമുള്ള ഒരുപാട് കാര്യങ്ങൾ എറിഞ്ഞു തരുന്നുണ്ട്. അത് സമീപകാലത്ത് മോശമില്ലാതെ സംഭാവന ചെയ്യുന്ന ഒരാളാണ് EP ജയരാജൻ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്നു എന്ന് പറയുന്നത്, ഡൽഹി ഹോട്ടലിൽ നടന്ന ചർച്ചയ്ക്ക് രാത്രി തീരുമാനമായി രാവിലെ ഞാൻ പത്രസമ്മേളനം നടത്തും എന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ദല്ലാളുടെയൊക്കെ സാന്നിധ്യത്തിൽ EP ജയരാജൻ ഉറപ്പ് കൊടുത്ത് പോയിട്ട് ആ രാത്രി EP ജയരാജൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു കോള് വന്നിട്ടുണ്ടാവണം എന്ന് പറയുന്നു. എന്തായാലും ആ വിളിയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവനായിരിക്കില്ലേ അപായപ്പെടും എന്ന് വന്നിട്ടുണ്ടാവുക? അങ്ങനെ പറയാൻ പ്രയാസമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ EP ജയരാജൻ ഇപ്പോൾ അത് ചന്ദ്രശേഖരനോട് പലതവണ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതേ വാചകം പറഞ്ഞിട്ടുണ്ടാവും, മറ്റു പലരോടും പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ EP ജയരാജനാണോ കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ CPM പൊളിറ്റിക്സിൽ അതിൻ്റെ കൊലക്കത്തി ഭയന്ന് ജീവിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആൾ? വല്ലാതെ പേടിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷേ കണ്ണൂരിൽ പാർട്ടി രാഷ്ട്രീയം മാറാനായിട്ട് അധികം കാലമൊന്നും വേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ കുറുമുന്നണികളൊക്കെ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാറേ, ഈ കൊലപാതകം ഒരു കലയാക്കി വളർത്തിയെടുത്തിട്ട് അക്രമികളും ക്രിമിനൽസുമായിട്ട് വലിയൊരു സംഘത്തെ പോറ്റി വളർത്തിയെടുത്ത്, അങ്ങനെ പോറ്റി വളർത്തിയതിൻ്റെ അതിലുള്ള വ്യത്യാസം എന്താ അറിയാമോ? അങ്ങനെ പോറ്റി വളർത്തിയിട്ട് ഒരു ഭാഗം വലിയ സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയിലേക്ക് വന്നു കഴിയുമ്പോൾ, സമ്പന്നന്മാരായി കഴിയുമ്പോൾ പിന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ സമാധാനം വേണമെന്ന് തോന്നുമല്ലോ. അപ്പം അങ്ങനെ കണ്ണൂരിലും എല്ലായിടത്തും സമാധാനം വേണം. RSSുമായിട്ട് പോലും ചണ്ടയൊന്നും വേണ്ട, കലഹമില്ലാത്തൊരു കാലം, സന്ധി മാത്രം മതി, നമ്മൾ നന്നായി. അതുകൊണ്ട് ഇനി നമുക്ക് ഇരട്ടി ഒരു ജീവിതം കൂടി കിട്ടിയാൽ കൊള്ളാം, ചിരഞ്ജീവി ആയിരിക്കണം എന്നൊക്കെ കരുതുന്നൊരു കാലം മനുഷ്യർക്ക് വരും. അങ്ങനെ ഒരു കാലം കണ്ണൂർ രാഷ്ട്രീയത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണോ സാറ് പറയുന്നത്? അങ്ങനെ വേണമല്ലോ കരുതാൻ. തീർച്ചയായിട്ടും അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ഒരു സ്പോൺസറാണോ, ഒന്നിൽ കൂടുതൽ സ്പോൺസർമാരുണ്ടോ, അത് യാത്രയ്ക്ക് മാത്രമാണോ, ചിലരുടെ ജീവിതങ്ങൾക്കും ഉണ്ടോ എന്ന് EP ജയരാജൻ തുറന്നു പറയട്ടെ. തീർച്ചയായിട്ടും അതിന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.